ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ മോള് സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ മോള് കഴിഞ്ഞ മാസം 17-ാം തീയതി ജോലിക്ക് പോകാൻ വേണ്ടി ഒരുക്കങ്ങളായിരുന്നു. അപ്പോൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം തല ഇറങ്ങി വീണ് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു. എനിക്കറിയത്തില്ലായിരുന്നു മോള് വീണത് ആരെന്നുള്ളത്. പെട്ടെന്ന് ചെന്ന് കതവ് പൊട്ടിച്ചിട്ടാണ് ഞാൻ അകത്ത് കയറിയപ്പം മോള് വീണ് കിടക്കുന്ന. പിന്നെ എടുത്ത് ഇരുത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ശബ്ദം അങ്ങ് പോയി. വിളിക്കാനും സംസാരിക്കാനോ ഒന്നും ഒക്കത്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ ആയിരുന്നപ്പോൾ പ്രാർത്ഥിച്ച വെള്ളവും എണ്ണയും ഉണ്ടായിരുന്നു. അത് എടുത്ത് കഴുത്തിന് ഇങ്ങനെ തൂത്ത് കൊടുത്തു. പിന്നെ വെള്ളം കുടിച്ചു. ഇച്ചിരി ചായം കുടിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ശബ്ദം വന്നു. ഉടൻ തന്നെ ഞാൻ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ MRI സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞ് MRI സ്കാൻ എടുത്തിട്ട് ന്യൂറോളജി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം എമർജൻസിയിലാണ് കൊച്ചിനെ കിടത്തിയത്. ആരും ചികിത്സിക്കാനും ഒന്നിനും വന്നില്ല. ഈ നെയ്യാറ്റിൻകരയിലെ സ്കാനിങ് ഡോക്ടർ കണ്ടപ്പം പറഞ്ഞു, കുട്ടിയുടെ തലയ്ക്ക് ഒരു ഫംഗസ് ഉണ്ട്, തലയ്ക്ക് ഒരു ഞരമ്പിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അറിയിക്കേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണം. ഇന്ന് രാത്രി തന്നെ ICUയിൽ വെക്കേണ്ടതാണ്. അമ്മയെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് അറിയിക്കേണ്ടവരെല്ലാം വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഇവിടെ പപ്പ അഹമ്മദാബാദിൽ വണ്ടിയും കൊണ്ട് പോയിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ പുള്ളിയെ അവിടുന്ന് വണ്ടി നിർത്തിയിട്ട് ഉടൻ തന്നെ ഇവിടെ ചർച്ചിൽ വിളിച്ചപ്പോൾ അന്നേരം ഇവിടുത്തെ പ്രാർത്ഥന ടൈമായിരുന്നു. ഇവിടെ ബ്രദർ എടുത്തു. ഉടൻ തന്നെ ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ എണ്ണയും വെള്ളവും കുടിച്ചു കഴിഞ്ഞപ്പം കുഞ്ഞിന് ഒരു ചെറിയ മാറ്റം വന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഈ ഒരു സൈഡ് മൊത്തം തളർന്നു പോകും, തലയ്ക്കകത്ത് ഫംഗസ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അമ്മേ ഞാൻ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമായിരിക്കും അല്ലോ എന്നിങ്ങനെ ഞാൻ പറഞ്ഞില്ല മോനെ, അങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം ന്യൂറോളജി ഡോക്ടറിൻ്റെ വാർഡിൽ കൊണ്ടുപോയി. ന്യൂറോളജി ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, നട്ടലിന് ഇഞ്ചക്ഷൻ എടുത്തെങ്കിലേ ഇവർക്ക് ചികിത്സ ചെയ്യാനൊക്കത്തുള്ളൂ, അല്ലാതെ നമുക്ക് ചികിത്സ ചെയ്യാൻ പറഞ്ഞു. 3 ദിവസം ചികിത്സയില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ ഇവർക്ക് പിന്നെ ഈ വീണതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു കുട്ടിക്ക് വേറെ ടെൻഷൻ ആയിരിക്കുമല്ലോ, മെൻ്റലിന് പോലുള്ള ഒരു ടെൻഷനാണല്ലോ എന്ന് വെച്ചാൽ ഇവർ അതിനുള്ള ഗുളിക കൊടുത്തിരുന്നു. ഞങ്ങൾക്കറിയത്തില്ല. ഈ ഗുളിക കൊടുക്കും തോറും കുട്ടിക്ക് ഈ സൈഡ് കൂടുതലും വേറെയും തളർച്ചയും വരുന്നു. പിന്നെ ഈ ഒരു കണ്ണ് അടച്ചു തുറക്കാനൊക്കത്തില്ലായിരുന്നു. അന്നേരം ഈ വെള്ളം കൊണ്ട് മുഖം കഴുകുകയും പിന്നെ വെള്ളം കുടിക്കുകയും എണ്ണ തേക്കുകയും തേനുണ്ടായിരുന്നു. തേൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. എല്ലാ സാധനങ്ങളും വീട്ടിലിരിക്കുമായിരുന്നു. പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് കൊണ്ടുവന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാ മരുന്നിനെക്കാട്ടിലും അത്ഭുതം ദൈവം അവിടെ പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് അവളെക്കാട്ടിലും അസുഖക്കാരിയായി ഞാൻ. കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഒരു സൈഡ് തളർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ 3-ാം ദിവസം ന്യൂറോളജി ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു, ഇതുപോലെ നട്ടലിന് ഇൻജക്ഷൻ എടുക്കണമെന്ന്, അല്ലാതെ നിങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ചികിത്സ വേണ്ട, ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു. ഡോക്ടറെ ഡിസ്ചാർജ് തരത്തില്ല. ഞാനും മോളും കൂടെ ഞങ്ങളുടെ നിർബന്ധപ്രകാരം ലെറ്റർ എഴുതി അവിടെ കൊടുത്തിട്ട് ഉടനെ തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നില്ല. ഇവിടെ ഇവിടെ ചുണ്ടുപലകൾ ബ്രദറിനെ വന്ന് കണ്ടു. ബ്രദർ അപ്പം തന്നെ പ്രാർത്ഥിച്ചു. അവിടുന്ന് ബ്രദർ പറഞ്ഞു, പ്രാർത്ഥിച്ച വെള്ളവും 3 ഹീലിംഗ് പ്രയറിന് വരണമെന്ന് പറഞ്ഞു. 3 ഹീലിംഗ് പ്രയറിന് വന്നു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തെ കുഞ്ഞിൻ്റെ ഈ ഒരു അസ്വസ്ഥത എല്ലാം മാറി. ദൈവം ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം. ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ മോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന, ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ ദൈവം അവിടെ ഞങ്ങൾ ഭയങ്കര അത്ഭുതമായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ച്. പിന്നെ മെഡിക്കൽ കോളേജിൽ ബ്രദറെന്ന് പറഞ്ഞ് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, വിശ്വാസം മാറെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പിന്നെ MRI സ്കാനിങ് എടുത്തു. അപ്പോഴും എൻ്റെ കുഞ്ഞിന് ദൈവം ഭയങ്കര അത്ഭുതം ചെയ്തു. എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ കുഞ്ഞ് 2 പ്രാവശ്യം MRI സ്കാൻ എടുത്തിട്ട് അതിനകത്ത് യാതൊരു ഒന്നും ഉണ്ടായില്ല. എന്നാലും അത് പോയിട്ട് ഈ കൈ ചരിഞ്ഞ് വീഴുമായിരുന്നു. ഈ സൈഡ് മൊത്തം നമ്മൾ എണ്ണയിട്ട് ഒരു മരുന്ന് പോലും കഴിക്കാതെ തന്നെ ആശുപത്രിയിൽ സുഖമായി ഞങ്ങൾ ബ്രദറിനെ വന്ന് കാണുമായിരുന്നു. ദൈവത്തിനോട് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനും നന്ദി പറയുന്നു. വളരെ അത്ഭുതകരമായൊരു സാക്ഷ്യമാണ്. ബ്രെയിനകത്തുള്ള ട്രീറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ നരമ്പ് സംബന്ധമായി. ഇതൊക്കെ എന്ന് പറയുമ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. വളരെ റിസ്ക് പിടിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. പക്ഷേ മെഡിക്കൽ സയൻസ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ MRI സ്കാനൊക്കെ എടുത്തപ്പോൾ കണ്ടുപിടിക്കാനിടയായത് തൻ്റെ ബ്രെയിനകത്തൊരു ഫംഗസ് ബാധിച്ചിരിക്കുകയാണ്. എത്രയും വേഗം അടിയന്തരമായി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാകുന്ന അവസ്ഥയായിരുന്നു. ഒരു സൈഡ് തളർന്നു പോകുന്ന സൈഡ്, കണ്ണ് തുറക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് തന്നെ അലട്ടുവാനിടയായി തീർന്നു. പക്ഷേ നമ്മുടെ ദൈവം വിശ്വസിച്ചാൽ മഹത്വം കാണിച്ചു തരുന്നവന്. ആമേൻ. നമ്മൾ വിചാരിക്കും
ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങളൊക്കെ യേശു ജീവിച്ചിരുന്ന കാലത്ത് മാത്രം, അല്ലെങ്കിൽ AD-യിലും അപ്പോഴൊക്കെ BC-യിലൊക്കെ മാത്രമാണെന്നല്ല. ഇത് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിയുന്നത്, ഇന്നും നിനക്ക് വിശ്വാസത്തോടുകൂടെ ദൈവത്തെ നിനക്ക് ആവേറപ്പെട്ട് പിടിക്കുവാനേ കഴിയുമെങ്കിൽ, ഒരു യാക്കോബ് യാബോക്ക് കടവിൽ വെച്ച് ദൂതൻ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് ദൂതനെ ആവേറപ്പെട്ട് പിടിച്ച് അവൻ മുറുകെ പിടിച്ച് കാത്തിരുന്നപ്പോൾ ഒന്ന് സംഭവിച്ചു. അവൻ മുടന്തനായി പോയ യാക്കോബിൻ്റെ കാലുകൾക്ക് ശക്തി ലഭിക്കുക മാത്രമല്ല, അവൻ്റെ നിന്ദകളെ ദൈവം മാറ്റി മാനിച്ച് അവനൊരു പുതിയൊരു ജാതിയാക്കി ഇസ്രായേൽ എന്ന പേര് കൊടുത്ത് അവനെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. ആമേൻ. ഇവിടെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവർ എത്രയും വേഗം ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് വളരെ ഡേഞ്ചറാണ്, അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലെങ്കിലും കൊണ്ടുപോയി ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ ഡിസ്ചാർജ് തരത്തില്ല എന്ന രീതിയിൽ വളരെയധികം അവർ അത് സ്ട്രിക്റ്റായിട്ട് ബാധിച്ചു കൊണ്ടിരുന്നപ്പോഴും കുടുംബം പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഡിസ്ചാർജ് വേണം, ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട, ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചോളാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെ എടുത്ത് ചാടാനില്ല പറയും, നിങ്ങളുടെ വിശ്വാസം ഇത്രത്തോളം വലുതാണെങ്കിൽ ചാടുന്നതിൽ കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനും ചെയ്ത ഒന്നുണ്ട്. പത്രോസിനൊരു പ്രത്യേകതയുണ്ട്. അവൻ ദൈവത്തോട് ഭയങ്കരമായി പെട്ടെന്ന് ചാടി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനായിരുന്നു. അവൻ 12 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും വെള്ളത്തിൻ്റെ മുകളിൽ നടന്നിട്ടില്ല. പക്ഷേ വിശ്വാസത്തോടുകൂടെ ദൈവത്തെ അവൻ കണ്ണുമടച്ച് വിശ്വസിക്കാനായി കഴിഞ്ഞ ഒരു പത്രോസ് മാത്രമേ അവൻ കടലിൻ്റെ മുകളിലൂടെ നടന്നുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. ഈ കുടുംബവും അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്യുന്ന എന്തും നോക്കിയിട്ടല്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ സമൂഹം എന്ത് വിചാരിക്കില്ല, എൻ്റെ ദൈവം എന്നെ താങ്ങുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ അവർ പ്രാർത്ഥനയിൽ കടന്നു വരുവാനും പ്രാർത്ഥിച്ച പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഓരോന്നായി കേട്ടു. അവൻ ഈ വർഷത്തുണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലം തന്നെ 3 ദിവസം, അല്ലേ, 3 ദിവസം ക്ലോത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ ദൈവം പൂർണ്ണമായി വിടുവിച്ചു എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ആമേൻ. ഒരിക്കൽ കൂടെ ദൈവത്തിനൊന്ന് കരം പിടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാം. അതിനുശേഷം അവർ വീണ്ടും ടെസ്റ്റ്, പിന്നെ ഒരു പ്രോബ്ലം ഇല്ല, ഒരു കുഴപ്പമില്ല. ടെസ്റ്റിന് കടന്നു പോയപ്പോൾ വീണ്ടും MRI സ്കാൻ എടുത്തു. MRI സ്കാൻ എടുത്തപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന് മുന്നേ കാണിച്ച സ്കാനിങ്ങും ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ വീണ്ടും ഒരു സ്കാനിങ് എടുത്ത സ്കാനിങ്ങിലും റിപ്പോർട്ടും രണ്ട് രീതിയിലാണ്. ഒന്നിൽ ഫംഗസ് ഉണ്ട്. രണ്ടാമത്തെ സ്കാനിൽ നോക്കിയപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല, പക്ഷെ എൻ്റെ ദൈവം പൂർണ്ണമായി വിടുതൽ നൽകി. ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് ഒരിക്കൽ കൂടെ ആ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെന്ന് വർണ്ണിക്കാമോ? ഫോറെവർ ശക്തിയോടെ നന്ദി കർത്താവേ. ഇന്നിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്തെങ്കിലും ക്ഷീണോ എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രോബ്ലം ഇല്ല. ആരാ സൗഖ്യമാക്കിയത്? ദൈവം സൗഖ്യമാക്കി, യേശു സൗഖ്യമാക്കി. ഒരിക്കൽ കൂടെ ആ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്, പറഞ്ഞോളൂ. എൻ്റെ PG എക്സാം ടൈമിൽ ഞാൻ ഇവിടുന്ന് ഒരു പെൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോൾ എക്സാമിന് പോയാലും ഞാൻ പെൻ വെച്ചിട്ടാണ് എഴുതുന്നത്. പിന്നെ എക്സാമിന് പോകുമ്പോഴൊക്കെ 1 രൂപയായാൽ പോലും ഞാൻ കാലിക്ക ബോക്സിൽ ഇട്ടിട്ടേ പോകാറുള്ളൂ. അപ്പം പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ പനി, ജലദോഷമോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നോ അസ്വസ്ഥത ഫീൽ ചെയ്യുമായിരുന്നു. റിസൾട്ട് വന്ന ടൈമിൽ ഞാൻ പ്രാർത്ഥിച്ച് ഇത്രയേ ഉള്ളൂ, എനിക്ക് പാസ്സെങ്കിലും ആക്കി തരണം, എൻ്റെ PG എനിക്ക് സപ്ലി ഒന്നും വരില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ഹല്ലേലൂയ. കരം പിടിച്ചാൽ നല്ല ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. തനിക്ക് പരീക്ഷ വരുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ശാരീരിക രോഗങ്ങൾ, പനിയും അല്ലെങ്കിൽ തളർച്ച അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ താൻ പ്രാർത്ഥിച്ച പേന കൊണ്ട് എഴുതാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, അവൻ ശത്രു എങ്ങനെയൊക്കെ പോരാടിയാലും അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ജയിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പഠിക്കാൻ പറ്റും, പക്ഷെ പഠിച്ച കാര്യം എഴുതണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ആമേൻ. പഠിക്കാൻ മനസ്സുണ്ടാകാം നമുക്ക്, പക്ഷെ പഠിക്കുന്ന കാര്യം തലേ കയറണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ആമേൻ. ഹല്ലേലൂയ. പഠിക്കാൻ പറ്റും, പക്ഷെ പോയി എഴുതാനുള്ള ആരോഗ്യം അത് നമ്മുടെ കൺട്രോളിലല്ല, അത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ ദൈവത്തിനൊന്ന് മഹത്വം എടുക്കാമോ? സിസ്റ്ററിൻ്റെ വിശ്വാസം പ്രകാരം തന്നെ ദൈവം തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച പേന കൊണ്ട് എഴുതിയപ്പോൾ തനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടെ തൻ്റെ PG പ്രോഗ്രാമിൽ വിജയം ദൈവം നൽകി അനുഗ്രഹിച്ചു.